തരിശു കിടന്ന സ്ഥലത്ത് നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ പൊന്നു വിളഞ്ഞു. കുളനട പഞ്ചായത്തിലെ ഉളനാട് പോളച്ചിറയിലെ തരിശായി കിടന്ന 3 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കുടുംബശ്രീ പ്രവർത്തകർ ഇറക്കിയ പച്ചക്കറി കൃഷിയാണ് നൂറുമേനി വിളവെടുത്തത്. വാഴ, ചേമ്പ്, ചേന, മരച്ചീനി, പയർ, വഴുതന, കാച്ചിൽ തുടങ്ങി ഒട്ടേറെ പച്ചക്കറികളാണ് പോളച്ചിറയുടെ മണ്ണിൽ പെൺകരുത്ത് മുളപ്പിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതാ രഘുനാഥ് നിർവഹിച്ചു. ഈ വിജയം കൂട്ടായ്മയുടെ വിജയമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. തരിശായിട്ട് കിടന്ന 2.5 ഏക്കർ സ്ഥലത്ത് കുടുംബശ്രീക്കാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കൃഷി ചെയ്ത് കർഷകരുടെ കൂട്ടായ്മയുടെ വിളവെടുപ്പ് ആണ് നടക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് വിളവെടുപ്പ് നടന്നത്. തരിശായി കിടന്ന സ്ഥലത്ത് കൃഷി ഇറക്കി കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി ഞങ്ങൾ ഇന്ന് വിളവെടുപ്പ് ഉത്സവം കൊണ്ടാടുകയാണ്. അതിന് തൊഴിലുറപ്പ് അംഗങ്ങളും ADS കുടുംബശ്രീ അംഗങ്ങളും എല്ലാവരും പങ്കെടുത്തു. വിജയകരമായി ഞങ്ങൾ ഈ സംരംഭം വിജയിപ്പിച്ചു. വിളവെടുപ്പ് ഗംഭീരമായതോടെ ഓണക്കാലത്ത് പച്ചക്കറിക്കും മറ്റും ഇവിടുത്തുകാർക്ക് ഓണവിപണിയെ ആശ്രയിക്കാതെ കഴിയാം. പച്ചക്കറി പുറത്തു മാർക്കറ്റിലും ഇവർ കൊടുക്കുന്നുണ്ട്. 6 മാസം ചീനി ഞങ്ങൾ തന്നെ പറിച്ചു. വെണ്ടയ്ക്ക, പയറ്, പാവയ്ക്ക, വഴുതനങ്ങ, പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലെ 10-2000 രൂപയുടെ പച്ചക്കറി ഞങ്ങൾ വിറ്റു. ഇനി കിഴങ്ങ്, ചേന, ചേമ്പ് എല്ലാം ഞങ്ങൾ ഇഷ്ടം പോലെ ദാരിദ്ര്യം തീർന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചു. ഇനി കപ്പ വിഴാനുണ്ട്, ചേന കളയ്ക്കാനുണ്ട്, ചേമ്പ് വിഴാനുണ്ട്, കിഴങ്ങും എല്ലാം ഇഷ്ടം പോലെ ഞങ്ങൾ വിൽക്കുകയും ചെയ്തു, ഞങ്ങൾ കഴിക്കുകയും ചെയ്തു. വിളവെടുപ്പ് ഉത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാനുദേവൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം സുധാ ഗോപി, ADS സെക്രട്ടറി രാജമ്മ, NRG ഓവർസിയർ ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പന്തളം.